അവിടെ ശ്രീ നിന്ന് ജോൺ ആം ആദ്മി ബ്രിട്ടാസ് എം പാർട്ടി പി നമുക്ക് ഒരുമിച്ച് ടെലിഫോൺ വരികയും ലൈനിലുണ്ട്. ശ്രീ ചെയ്തത്. ജോൺ ബ്രിട്ടാസ്, യെസ്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. 2 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായുള്ള ഒരു വേട്ടയാടൽ എന്ന ആവർത്തിച്ചുള്ള ആരോപണങ്ങൾക്ക് ഒരു നേർസാക്ഷ്യമായി മാറുകയല്ലേ ഈ അറസ്റ്റ്, ശ്രീ ജോൺ ബ്രിട്ടാസ്? തീർച്ചയായിട്ടും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഫാഷിസം കൂടി പടിവാതിക്കൽ വന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഒരു മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം യഥാർത്ഥത്തിൽ 2 വർഷം 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വേണമെങ്കിൽ എത്രയോ മുമ്പ് വേണമെങ്കിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതിന് പകരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതും തലസ്ഥാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ രൂപത്തിൽ, അതും സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നാളെ പരിഗണിക്കാനിരിക്കെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വരുന്നു. ഈ പെരുമാറ്റച്ചട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും സ്വാഭാവികമായിട്ടൊരു പെരുമാറ്റച്ചട്ടം അനിവാര്യമാണ്. അവർക്ക് രാഷ്ട്രീയ സംഭവവാസങ്ങളെ മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം അവർക്കും പാടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യ പ്രക്രിയയുടെയും തെരഞ്ഞെടുപ്പിന്റെയും അന്തസ്സത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വലിയൊരു നടപടിയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോഡി സർക്കാർ ഈ രീതിയിലുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ജനകീയ കോടതിയിൽ, ജനങ്ങളുടെ കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. വരും ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് കേജ്രിവാളിനെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഈ നടപടി ഉതകുകയുള്ളൂ എന്നും ഏത് ഫാഷിസ്റ്റുകൾക്കും സംഭവിച്ച വീഴ്ച ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇതിപ്പോൾ കെജ്രിവാളിന് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ ഇന്ത്യ മുന്നണിയിലെ ശക്തമായ സ്വരമായി നിൽക്കുന്ന ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഒന്നാകെ പ്രതിഷേധവുമായി ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട സമയമായില്ലേ? ഇത് ഇന്ത്യ മുന്നണി മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു വ്യക്തിയും, ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്ത് വരേണ്ട സമയമാണ്. ഇത് കേവലം ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ കേജ്രിവാളിന്റെയോ ആപ്പിന്റെ മാത്രം പ്രശ്നമല്ല. ടെലിവിഷൻ ചാനലുകളിലെ അവതാരകർക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ആ രീതിയിൽ ഇതിനെ കാണണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കൈകാര്യം ചെയ്യാൻ കേന്ദ്രഭരണം അല്ലെങ്കിൽ മോഡി സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നതാണ്. എല്ലാ ജനങ്ങളും എല്ലാവരും ഈ രംഗത്ത് വരണം. നോക്കൂ, 1989 താങ്കളൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായുള്ള കാലഘട്ടത്തിൽ ഈ ബോഫോഴ്സ് അഴിമതി കേസ് അത് വലിയ നിലയിൽ സാമ്പ്രദായിക മാധ്യമങ്ങളൊക്കെ തന്നെയും പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്തിരുന്നു. ഓരോ ദിവസവും ഓരോ ബോംബ് എന്നുള്ള നിലയിൽ ബ്രേക്കിംഗ് ന്യൂസുകളുടെ പ്രളയമായിരുന്നു അന്ന്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? പത്രമാധ്യമങ്ങളും ടെലിവിഷൻ മാധ്യമങ്ങളും അത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷയം. പക്ഷേ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്ക്, ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് അത് കുറച്ചുകൂടി വ്യാപകമായിട്ട് സോഷ്യൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ പരിഭ്രാന്തിയുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ മാധ്യമ നിരീക്ഷണത്തിനപ്പുറത്തേക്ക് അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്നു എന്ന് കണ്ടപ്പോഴാണോ ഈ അവസാന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്, വാർത്തയിലൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തിൽ? നികേഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ മോഡി സർക്കാരിനുള്ള ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ ഉയർന്ന ഭൂരിപക്ഷം അവകാശപ്പെട്ട അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന സർക്കാരുകൾ പോലും ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങളാണ് ഇന്ന് മോഡി ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം പ്രതിപക്ഷ നിരയിലെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്, ഇതിനു മുമ്പ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. 20 വർഷം പഴക്കമുള്ള ഒരു ഭൂമി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് അറസ്റ്റ് ചെയ്തത് നമ്മൾ ചിന്തിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പം നികേഷ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മീഡിയയുടെ ധർമ്മം മീഡിയ അനുഷ്ഠിക്കാത്തതിന്റെ ഒരു പ്രത്യേക പരിസ്ഥിതി ഇന്ന് രാജ്യത്ത് സംജാതമായിട്ടുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ മീഡിയ അല്ല എന്നുള്ളത് മോഡിയാന്നുള്ളത് എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഈ പരമ്പരാഗത അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ ചാനലുകൾക്കുള്ള ജനപ്രീതിയേക്കാൾ കൂടുതൽ ജനപ്രീതി ഒരു വ്യക്തി നടത്തുന്ന അല്ലെങ്കിൽ ചില വ്യക്തികൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സംജാതമാകുന്ന ഒന്ന് ഒരു പി ഡി ടി സാഹചര്യം വിളിക്കണേ. ഇന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം നികേഷ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലപരമായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെ ഒരു വിഷയമല്ല. ഇത് ജനാധിപത്യ ഇന്ത്യയുടെ പ്രശ്നമാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ തുടരണമോ അല്ലെങ്കിൽ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് വേണമോ? അത് മാത്രവുമല്ല, മാധ്യമങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷമുള്ള ഒരു രാജ്യത്ത് മാത്രമേ മാധ്യമങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കാര്യം കൂടി മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്.